എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ചെന്നൈയിൽ ചേച്ചിയുടെ വീടിൻ്റെ ടെറസിൻ്റെ മേലിൽ നിൽക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ അറിയാൻ പറ്റും, ബാക്കിലൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് പൂച്ചെടികളും പഴച്ചെടികളൊക്കെ ഉണ്ട്, കുറച്ച് പച്ചക്കറികളൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടെറസിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് കാണാം കേട്ടാ. നല്ല വെയിലാണ് ഇവിടെ. അപ്പം ഞാനിവിടേക്ക് മേലേക്ക് കയറി വന്നതാ. അപ്പം ഈ ചെടികളൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഇത്രയും ചൂടുള്ള ചെന്നൈയിൽ ഇതേപോലെ നമ്മുടെ നാട്ടിലെ പച്ചക്കറികളും ഇതൊക്കെ അതേ വാഴയൊക്കെ നിൽക്കണണ്ട, ഇതൊക്കെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോഴേ അപ്പം അതൊന്ന് വീഡിയോ പിടിക്കണമെന്ന് തോന്നി. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാട്ടാ. ഇതൊക്കെ നോക്കിയിട്ട് വരാം. ഇവിടെയൊക്കെ കണ്ട കുറേ യൂഫോർബിയ ചെടികളുണ്ട് കേട്ടാ. നാട്ടിൽ നിന്ന് എൻ്റെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നത് ഇതൊക്കെ എന്നെക്കാളും നല്ല ഇതായിട്ട് ഇവിടെ പിടിച്ചിട്ടുണ്ട്. യൂഫോർബിയൊക്കെ വെയിലുള്ളത് കൊണ്ടേ ഇതൊക്കെ നല്ല ഭംഗിയുള്ള യൂഫോർബിയ ചെടികൾ. ഇത് കണ്ട നല്ല റെഡ് കൊല കൊലയായിട്ട് പൂക്കണ യൂഫോർബിയ എല്ലാം. ഇതൊക്കെ ക്രീം, ഇത് പിങ്ക് പിങ്കാണ്, റെഡ്, വലിയ റെഡ്, വലിയ പിങ്ക്. അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ കുറേ ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടാ. എല്ലാതും പിടിപ്പിച്ചിട്ടുണ്ട് ചേച്ചി. ഞങ്ങള് പെട്ടെന്നാണ് ചെന്നൈക്ക് വന്നത്. ഞാൻ ചേട്ടന് സുഖമില്ല എന്നൊക്കെ ഇപ്പം പെട്ടെന്ന് വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ചെടികളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് കാണിക്കാം. ഇത്രയും ചൂടുള്ള ചെന്നൈയിൽ ഇങ്ങനെ ചെടി വളരും, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതമാവും. യൂഫോർബിയ ചെടിയൊക്കെ അതേ ഞാൻ അടുത്ത് കാണിച്ചു തരാം. ദൂരം നിന്ന് കാണുന്നേക്കാളും ഭംഗി അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴാണ്. കണ്ട എന്താ ഭംഗി നോക്കിയാൽ. നല്ല നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടണോണ്ടാണ് കേട്ടാ ഇത്രയ്ക്കധികം പൂക്കളും ഇങ്ങനെ ഭംഗി കാണാനായിട്ട്. നിറയെ പൂക്കളാണ്. ഇത് നോക്കിയ പിങ്ക്. നമ്മുടെ നാട്ടിലൊക്കെ യൂഫോർബിയ ചെടിയൊക്കെ എല്ലാവരും വലിച്ചു പറിച്ച് ദൂരെ കളഞ്ഞു. എൻ്റെ തോട്ടത്തിലുണ്ട് കേട്ടോ, ഞാൻ കളഞ്ഞിട്ടില്ല എൻ്റെ യൂഫോർബിയൊന്നും. ഇത് നോക്കിയ ഒരു മിനിയേച്ചർ ടൈപ്പ്, എന്ത് ഭംഗി നോക്കിയാൽ കാണാനായിട്ട്. ഇത് മിനിയേച്ചറാണ്. ഇത് നല്ലൊരു വെറൈറ്റി യൂഫോർബിയ, വലിയ പൂവാണ് ഇതിൻ്റെ. പിങ്ക് ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, ഞാൻ കൊടുത്തതാ. അടീനിയം ഒരു കടയുള്ളൂ കേട്ടാ. അടീനിയം നോക്കിയാൽ വലിയ മരം പോലെയായിട്ട് പ്രൂൺ ചെയ്യാണ്ട് വളർത്തിയിട്ടേ വലിയൊരു മരമായി. പിന്നെ പൂക്കളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ സാധാ നാടൻ അടീനിയത്, പിന്നെ നാടൻ റോസാണ് ഈ കാണുന്നതൊക്കെ. എല്ലാ ചെടികളും എന്തു തഴച്ച് വളർന്നിട്ടാണ് നിൽക്കുന്നത്. റോസായാലും ഇത് തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഒരു കളറാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായി എന്നുള്ളതാണ്. കറ്റാർ വാഴയൊക്കെ നിൽക്കുന്നുണ്ട്. അലോവേരയൊക്കെ ഒരു ചെറിയ തണ്ട് വെച്ചിട്ട് എന്തോരാ പിടിച്ച് നിൽക്കണ്. ബോഗൺവില്ല ഇത് ദേ നമ്മുടെ നാട്ടിലുള്ളത് ആ വെള്ളപ്പൂ വിരിയുന്ന ചെടിയില്ലേ, അത് കണ്ടമാനം ചെടിയുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ കുറച്ച് ദിവസം ചേച്ചി വീട്ടിലില്ലാണ്ട് നനയ്ക്കാണ്ട് കുറച്ചൊക്കെ ഉണക്കം ബാധിച്ചിട്ടുണ്ട് ചെടികൾക്കൊക്കെ. അവർ ഹോസ്പിറ്റലിലായതുകൊണ്ട്. മുല്ല, കട്ടമുല്ലിനത് കേട്ടാ നല്ല അടുക്കായിട്ടുള്ള ഇതളാണ് അതിന്. മുല്ല, റിയോ പ്ലാന്റ് നോക്കിയ ശംഖുപുഷ്പമാണ് അത്. മുരിങ്ങ കണ്ട, ജമന്തി, കുറേ ഇലച്ചെടികളുണ്ട് കേട്ടാ. പിന്നെ ഇവിടെ കണ്ട ഇതൊക്കെ ഇലച്ചെടികളാണ്. നല്ല ഭംഗിൻ്റെ വെയിലുള്ള കാരണം. പനിക്കൂർക്കയൊക്കെ വെയിലുള്ളതുകൊണ്ടുണ്ടല്ലോ നന്നായി വളരുന്നുണ്ടല്ലോ. അത് ആടലോടകം, ചെറിയ ആടലോടകമാണ് ഇത്. നമ്മൾ ചുമക്കി വാട്ടിപ്പിഴിഞ്ഞ് കുടിക്കൂലേ, ആ ചെറിയ ആടലോടകം. കറ്റാർ വാഴ, മണി പ്ലാന്റ് വെയിൽ കൂടുതലായതുകൊണ്ട് അലയൊക്കെ പഴുത്തിരിക്കുന്നു. ഒരുപാട് ചെടികളുണ്ട്. ഒരുവിധം എല്ലാ ചെടികളും ഈ ടെറസിൻ്റെ മേലെയുണ്ട് കേട്ടാ. ഇവിടേക്ക് മേലേക്ക് കയറി വരുമ്പോൾ കതയ്ക്ക. ഇത് നല്ലൊരു വെള്ള വഴുതിനിങ്ങിന് ഇത് കറി വെക്കുന്നതാണ് കേട്ടാ. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പൊട്ടിച്ച് കറി വെച്ച് നോക്കി. അപ്പോൾ നമ്മൾ മൂക്കണേൽ മുന്നേ പൊട്ടിച്ച് കറി വെക്കണം.
നന്നായി മൂത്ത് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ കയ്പുണ്ടെന്ന് പറഞ്ഞേ. കൂർക്കയൊന്ന് നോക്കിയേ, കൂർക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇത്തിരി പറിച്ച് കഴിയുമ്പോൾ ഒരു മുറം കൂർക്കി കിട്ടും. കൂർക്കയായാലും ചേമ്പായാലും ഒരേ മുറം കിട്ടും. അത്രയ്ക്കധികം ചേമ്പും കൂർക്കയും ഉണ്ടാവും. നല്ല ഇളക്കമുള്ള മണ്ണുണ്ടോന്നുണ്ട് ഇവിടെ. പിന്നെ നല്ല വെയിലും ഉണ്ടല്ലോ മേലെ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വളവും ഇടണ്ട ഇതുപോലെ ചേമ്പും കൂർക്കയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചേമ്പിൻ്റെയൊക്കെ കടേര വണ്ണം കണ്ട. ചേമ്പും കൂർക്കയൊക്കെ പറിച്ചിട്ടുണ്ട് തന്നെ കണ്ട. ചേമ്പിൻ്റെ വിത്തിൻ്റെ നീളമൊക്കെ നോക്കി എന്താ സൈസ് നോക്കി. കൂർക്ക അതുപോലെ നീന് ഇതേനാണ് കൂർക്ക. നമ്മൾ നാട്ടിൽ കൊണ്ടുവരുന്ന പോലത്തെ കൂർക്ക പച്ചക്കറി കടയിലൊക്കെ. അപ്പോൾ ഒരിത്തിരി പറിച്ചാൽ മതിയിട്ടാ ഒരു മുറം കൂർക്കയൊക്കെ നമുക്ക് കിട്ടും. ഇത് ഡ്രമ്മിലാണ് നട്ട് വെച്ചിരിക്കുന്നത്. നല്ല ഇളക്കമുള്ള കാരണം അങ്ങോട്ട് താഴേക്ക് പോയിട്ട് നിറയെ മണികൾ കൂർക്കര ഉണ്ടാവുന്നുണ്ട്. ഇളക്കമുള്ള മണ്ണും വെയിലും ഒക്കെ ഉണ്ടല്ലോ, അതാണ് ഇത്രയ്ക്കധികം കൂർക്കുണ്ടാവുന്നത്. അല്ലാണ്ട് വളമൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഇതിനൊന്നും. കുറേ ഡ്രമ്മിൽ ഇതേപോലെ കൂർക്ക വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ട. ഡ്രമ്മ് ഇത്തിരി അധികം മണ്ണ് കൊള്ളും. അതുപോലത്തെ ഒരു ഡ്രമ്മിലാണ് ഈ കൂർക്കയൊക്കെ നട്ടു വെച്ചിരിക്കുന്നത്. ചേമ്പും അതെ. ഇതൊക്കെ അതേ പറിക്കാറായി തോന്നുന്നുണ്ട്. മഞ്ഞ കളറായി തുടങ്ങി കൂർക്കര തണ്ടുകളൊക്കെ. അങ്ങനെ നിർത്തിയിരിക്കുന്നു. എന്നിട്ട് പറിക്കാണ്ട് ആവശ്യത്തിന് മാത്രം പറിച്ചെടുക്കുള്ളൂ. കൂർക്കയൊക്കെ ഇലയൊക്കെ പഴുത്തു തുടങ്ങി മഞ്ഞ കളറായിട്ട് പറിച്ചെടുക്കും. മുളകൊക്കെ നോക്കി നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഇത്. മുളകൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ എപ്പോൾ വരുമ്പോൾ ഈ മുളകൊക്കെ ഇൻ്റെല്ലാം 1 കിലോ 2 കിലോ ഒക്കെ പൊട്ടിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരും. മുളക്, മുരിങ്ങക്കായ, ഈ പച്ചക്കറികളൊക്കെ ഇവിടെ ഉണ്ടാവുന്നത്. വേപ്പ് നിൽക്കണ നോക്കിയേ, വേപ്പിൻ്റെ ഇലയൊക്കെ കണ്ട എന്ത് നല്ല ഫ്രഷായിട്ട് നിൽക്കണ്. ഈ മുരിങ്ങയിലൊക്കെ ഇഷ്ടം പോലെ മുരിങ്ങക്കായ ഉണ്ടാവും. ചെറിയൊരു മുരിങ്ങക്കൊമ്പാണ്. നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ വലിയ മുരിങ്ങ ആവണ്ട നമുക്ക് മുരിങ്ങക്കായ കിട്ടണമെങ്കിൽ. നോക്കിയേ അലോവേര നിൽക്കുന്നത്. അലോവേരയൊക്കെ കുറേ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പാരീന് കേട്ടാ. നിറയെ പേരയ്ക്ക ഉണ്ടാവും. ഇപ്പം അതേ ചെറുത് വരുന്നുള്ളൂ. വലുതൊക്കെ കഴിഞ്ഞ് പേരയ്ക്ക. കുറേ കൊച്ചു ഇങ്ങനെ വരുന്നുണ്ട് പേരക്കായകൾ പിടിച്ച് വരുന്നുള്ള. അതേപോലെ തന്നെ ഇതുണ്ട് കണ്ട മൂസമ്പി ഒക്കെ ചെറിയൊരു ബക്കറ്റിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇലയില്ല, നിറയെ കായിന് ഈ മൂസമ്പിയിലൊക്കെ. എന്തോരം കായ പിടിച്ചിരിക്കുന്നത്. ഇല കാണാനില്ല, ഇലയൊക്കെ കൊഴിഞ്ഞു പോയി വെള്ളം അധികം കിട്ടാണ്ടേ. പുതിനയ്ക്കൊന്നും ഒരു വളവും ഒന്നും ചെയ്യാണ്ടാണ് ഇതുപോലെ പുതിനയൊക്കെ ഉണ്ടായി. ആത്ത നോക്കിയേ, ഇതിലൊക്കെ നിറയെ ആത്തച്ചക്ക ഉണ്ടാവും. ഇപ്പം സീസൺ അല്ലാന്ന് തോന്നുന്നുണ്ട്. അത് കാരണം ഇല്ല, ഇത് മാതളം, ഇതിലും കായ് ഉണ്ടാവും എന്നറിയാം. ഇപ്പം പൂത്ത് വരുന്നുള്ള മാതളൊക്കെ. വേപ്പിൻ്റെ ഇലയൊക്കെ കണ്ട ഇങ്ങനെയാണ് നിൽക്കണേന്ന് നല്ല ഫ്രഷായിട്ട്. വേപ്പിലയൊക്കെ. പനിക്കൂർക്ക, നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കൊക്കെ ഈ പനിക്കൂർക്ക നമ്മൾ കൊടുക്കൂലേ വാട്ടിപ്പിഴിഞ്ഞൊക്കെ. എല്ലാതും ഉണ്ട്. പനിക്കൂർക്ക, അലോവേര, ആടലോടകം, എല്ലാ ഔഷധ ചെടികളൊക്കെ ഇവിടെ വെച്ച്. വാഴ ടെറസിൻ്റെ മേലെ 1-2 വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള വാഴകളൊക്കെ വീടിൻ്റെ ബാക്കിൽ താഴെ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഇനി എല്ലാ വാഴകളും വെച്ചിട്ടുള്ളത്. വാഴ, തെങ്ങ്, അതൊക്കെ തന്നെയാണ് ഇവിടെ കണ്ട. വാഴരവ് വണ്ണൊക്കെ നോക്കി അതേപോലെ കൊലിയ 10-15 പടലൊക്കെ വാഴ കൊലച്ച് കഴിഞ്ഞാൽ വലിയ കൊലകളാണ് കൊലയ്ക്കുക. ഇതൊക്കെ നാട്ടിൽ നിന്ന് ചെറിയ വാഴക്കന്നുകൾ കൊണ്ടുവരും അവർ വരുമ്പോഴേ. എന്നിട്ട് അത് ഇവിടെ നട്ട് വയ്ക്കും. പിന്നെ ഒന്നും നോക്കൊന്നുമില്ല. പിന്നെ കൊലച്ച് നിൽക്കണ കാണാം. വളമൊന്നും ചെയ്യാണ്ട് അങ്ങനെ നിൽക്കും. അത് അതിൻ്റെ ഇഷ്ടത്തിന് വളർന്ന് അങ്ങനെ കൊലക്കുന്നതാണ്. തെങ്ങ് നോക്കി അവർ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ട നാളികേരൊക്കെ ഈ തെങ്ങും വന്ന് കിട്ടുന്നുണ്ടാവും. ഒരു തെങ്ങുള്ള അതിൽ നിറയെ നാളികേരുണ്ട്. ഒരെണ്ണം മതി നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ഇതിന്ന്. ചെന്നൈയിൽ ഇത്രയും ചൂടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ പച്ചക്കറികളും പഴങ്ങളും ചെടികളൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെയല്ലേ. വെള്ളത്തിന് എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷാമമാണ് ഇവിടെ.
ഇവിടെ ചേച്ചിയുടെ വീട്ടിലില്ല കേട്ടോ കിണറും ഫിൽറ്ററൊക്കെ ഉള്ള കാരണം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കമൻസൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഇനിയും വരാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.